നമുക്കിപ്പോൾ എല്ലാവരും ഒരുപാട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഫിഷ് ഓയിൽ അഥവാ ഒമേഗ 3 എന്താണിത് ശരിക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് കണ്ടൻറ്റാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസാണ് ഞാനിന്നൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഫിഷ് ഓയിൽ ബേസിക്കലി എല്ലാത്തിലും 1000 mg അല്ലെങ്കിൽ 1000 mg എബോവ് ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും നോക്കേണ്ടത് അതിൽ ഫിഷ് ഓയിൽ കണ്ടൻ്റ് അല്ല. ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഫിഷ് ഓയിൽ 1000 mg ആണ് വരുന്നത്. ഇതിൽ നമ്മളെപ്പോഴും ഏത് ഫിഷ് ഓയിൽ എടുത്തു കഴിഞ്ഞാലും ശ്രദ്ധിക്കുന്നത് ബാക്കിൽ നോക്കുക. ഇവിടെ കണ്ടില്ല EPA DHA എന്ന രണ്ട് കണ്ടൻ്റ് ഉണ്ട്. ഇതിനകത്ത് 180 120 ആണ് വരുന്നത്. സർവിങ് സൈസ് സിംഗിൾ സർവിങ്സ് ആണ് വരുന്നത്. വേറെ ബ്രാൻഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഫിഷ് ഓയിൽ EPA DHA 180 120 എന്ന്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫിഷ് ഓയിൽ 1000 mg EPA DHA 180 120. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമുക്ക് ഡെയിലി വരുന്ന ഫിഷ് ഓയിലിൻ്റെ കണ്ടൻ്റ് അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് EPA DHA കണ്ടൻ്റാണ് നോക്കുന്നത്. അത് EPA DHA ഓൾ ടുഗദർ സിംഗിൾ സർവിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ടാബ്ലറ്റിനകത്ത് മിനിമം ഇത് നോക്കി അറിയാൻ പറ്റും സിംഗിൾ സർവിങ്സ് ആണ്. EPA DHA കണ്ടൻറ്റ് ഏകദേശം 600 വരുന്നുണ്ട് രണ്ട് ചേരുമ്പോൾ. EPA DHA ചേർന്നിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഒമേഗ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ മേടിക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുക EPA DHA കണ്ടൻറ്റ് നോക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കണ്ടില്ല ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ 525 375 അതായത് 900 mg വരുന്നുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ സിംഗിൾ ക്യാപ്സൂളാണ് എന്നുകൂടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് ഇതിൽ നോക്കിയാൽ സർവിങ് സൈസ് സിംഗിൾ ക്യാപ്സൂൾ. ഓക്കെ, ഫിഷ് ഓയിൽ കണ്ടൻറ്റ് 1150 പ്ലസ് EPA DHA കൂടെ ചേർന്നിട്ട് 900 mg. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ട ടാബ്ലറ്റ്സ്. അപ്പോൾ സപ്പോസ് ഇങ്ങനെയുള്ള ടാബ്ലറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ റേറ്റ് കുറവായിരിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാബ്ലറ്റ് 3 വെച്ച് മിനിമം കൺസ്യൂം ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമതൊരു സംശയം എല്ലാവർക്കും ഉള്ളത് ഫിഷ് ഓയിൽ എപ്പോഴാണ് എടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ഫിഷ് ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ് പെയിൻസിന് നല്ല രീതിയിൽ ചേഞ്ചസ് വരുന്നൊരു കാര്യമാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ഒമേഗ 3 ഉണ്ടെങ്കിൽ നമ്മുടെ ജോയിൻറ്റ് പെയിൻസ് നല്ല രീതിയിൽ ക്ലിയർ ആയി കിട്ടും. പക്ഷേ അത് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് നൈറ്റിലാണ് കഴിക്കേണ്ടത്. ശരിക്കും നൈറ്റിലെന്ന് വെച്ചാൽ ആഫ്റ്റർ ഫുഡ് ബിഫോർ ബെഡ് എന്നാണ് ഒരു കണക്ക്. അതിൻ്റെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിച്ചാൽ മതി. അതുകൊണ്ട് രണ്ട് പ്രയോജനമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിഷിൻ്റെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ചിലർക്കും ഇഷ്ടമല്ല, അത് വരില്ല. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിൻസ് മാറാൻ വേണ്ടി നമ്മളിപ്പോൾ രാവിലെ കഴിച്ചിട്ട് നമ്മൾ ഓടി നടക്കുകയാണ്, അവിടെ എവിടെയും ജോലിക്ക് പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊന്നും ചെയ്താൽ എങ്ങനെ ജോയിൻസിന് ഇത് ക്ലിയർ ആക്കാൻ പറ്റും? അപ്പോൾ നമ്മളെപ്പോഴും ജോയിൻസിന് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴാണോ അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ജോയിൻസിന് അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നൈറ്റ് തന്നെ കഴിക്കണം, ആഫ്റ്റർ ഫുഡ് ബിഫോർ ബെഡ് നമ്മൾ കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ EPA DHA കണ്ടൻറ്റ് നോക്കുമ്പോൾ എവിടുന്ന് ഏത് ബ്രാൻഡ് മേടിച്ചു കഴിഞ്ഞാലും സർവിങ് സൈസ് നോക്കുക, സിംഗിൾ ക്യാപ്സൂളാണോ ഈ പറയുന്ന സർവിങ്സ് വരുന്നത് എന്നുള്ളത്. അതാണ് രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അവിടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഫിഷ് ഓയിൽ കഴിക്കുക, നൈറ്റ് EPA DHA നോക്കി തന്നെ എടുക്കുക. ബൈ.